ഒറ്റ വില 1,30,000. 1,30,000. ഓക്കെ, താങ്ക് യു. ദീപ്തി, കിട്ടി ദീപ്തി, കിട്ടി ദീപ്തി, കിട്ടി ദീപ്തി, കിട്ടി. എന്താ ചേട്ടാ? അങ്ങനെ 1,30,000 രൂപയ്ക്ക് ഞാനത് സ്വന്തമാക്കിയടി. എന്ത്? ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിരുന്നില്ലേ നമ്മുടെ സ്കൂളിലെ പഴയ സാധനങ്ങളൊക്കെ ലേലത്തിന് വെച്ചിരിക്കുകയായിരുന്നു എന്നുള്ളത്. ബാക്കിയുള്ളവന്മാരൊക്കെ മേശയും കസേരയും ബെഞ്ചും ഒക്കെ വിളിച്ചെടുത്തു. പക്ഷെ നിന്റെ വിധിച്ചേട്ടൻ സ്കൂളിന്റെ ആത്മാവിനെ സ്വന്തമാക്കിയത്. ആത്മാവോ? ആ, കാട്ടാക്കട UP സ്കൂളിലെ മണി. എത്ര രൂപയ്ക്ക് സ്വന്തമാക്കിയെന്നാ പറഞ്ഞ? 1,30,000 രൂപയ്ക്ക്. ആക്ച്വലി 2 വരെ പോകാനായിരുന്നു എൻ്റെ പ്ലാൻ. അവന്മാരൊരു 2 മോളിൽ വിളിച്ചില്ലെന്നേ. എങ്ങനെ വിളിക്കും? ആ കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ പൊട്ടനല്ലേ അത് വിളിച്ചെടുത്തിരിക്കുന്നത്. പിന്നല്ലാതെ ഓരോരുത്തരും അവരവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ലേലം ചെയ്ത് വിളിച്ചപ്പോഴത്തേക്കും ഇവിടെ ഒരാൾ വിളിച്ചോണ്ട് വന്നിരിക്കുന്നു സ്കൂളിലെ മണി. 1,000 രൂപയുടെ പോലും വിലയില്ലാത്ത സാധനം അതറിയോ? അയ്യടാ, 1000 രൂപയൊന്നുമല്ല. ആദർശ ശിവപ്രസാദും ഒക്കെ 15,000 രൂപ വരെ വിളിച്ചായിരുന്നു. പക്ഷെ ഞാൻ അതിൻ്റെ മുകളിൽ കയറ്റി അങ്ങ് വെച്ചു. എന്നെ തോപ്പിക്കാനൊന്നും അവന്മാർക്ക് പറ്റില്ല. ഇനി എന്ന് രാവിലെ മണിയടിക്കണം. ഇതിപ്പോൾ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് കേട്ടോ. ധൂർത്തടിക്കുകയാണ്. പൈസ എവിടെ എന്തിന് ചിലവാക്കണമെന്ന് പോലും വിവരം ഇല്ലാണ്ടായിട്ടുണ്ട്. 2 മാസം മുന്നേ ഫിറ്റ്നസ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ട്രെഡ്മിൽ വാങ്ങിച്ചത് ഓർമ്മയുണ്ടോ? അത് പാക്കറ്റ് പോലും പൊട്ടിക്കാതെ ഇപ്പോഴും സ്ഥലം മെനക്കെടുത്താനായിട്ട് അവിടെ ഇരിപ്പുണ്ട്. അത് ഞാൻ അടുത്ത മാസം പൊട്ടിക്കും. അപ്പൊ കഴിഞ്ഞ ദിവസം പാലക്കാട് പോയപ്പോഴത്തേക്കും കൊല തൂക്കാനായിട്ടുള്ളൊരു മെഷീൻ വാങ്ങിച്ചതോ? അത് ഞാനൊരു കൗതുകത്തിന് വാങ്ങിച്ചത്. അയ്യോ, കൗതുകം അല്ലേ? ദേ ഇങ്ങോട്ട് നോക്ക്. ഇങ്ങനെ ധൂർത്തടിക്കാൻ ഈ വീട്ടിൽ പറ്റത്തില്ല. എവിടെ എന്തിന് പൈസ ചെലവാക്കണമെന്ന് ഒരു വിവരവും ഇല്ല. അതുകൊണ്ട് ഇന്ന് തൊട്ട് നോട്ട് ഈവൻ എ പെനി മൂവ്സ് വിത്തൗട്ട് മൈ വേർഡ്. വൺസ് യു ബ്രേക്ക് ഇറ്റ് യു വിൽ റിമെമ്പർ ഇറ്റ് ഫോർ എ ലൈഫ് ടൈം. എന്ന് വെച്ചാ എന്നോട് ആലോചിക്കാതെ 5ന്റെ പൈസ ചെലവാക്കരുതെന്ന്. അയ്യോ, അങ്ങനെ പറയല്ലേ. ഈ കാശ് കൊടുത്തില്ലെങ്കിൽ നിശാഗന്ധി പോക്കുന്ന കാലത്തിൽ എന്റെ മാനം പോവും. സ്കൂൾ വാട്സാപ്പ് ഗ്രൂപ്പാ. ശരി, അതുകൂടെ തരും, പിന്നെ ചോദിക്കരുതേ. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഒരു 50,000 രൂപ കൂടെ. കണക്ക് മഷന്റെ വഴി ആദ്യം വിളിച്ചെടുത്ത അതാ. എത്രയോ ജനങ്ങളെ ഇവിടെ കിടന്ന് കാശില്ലാതെ കഷ്ടപ്പെടുന്നത്. അതിൻ്റെ ഇടയിലാണ് ഇവിടെ ഒരാളുടെ ധൂർത്ത്. വല്ല ചാരിറ്റിക്ക് ആയിരുന്നെങ്കിൽ പിന്നെയും സന്തോഷം ഉണ്ടായിരുന്നു. ഇത് ഒരുമാതിരി. ഒരു 10,000 രൂപയുടെ വേണമായിരുന്നു. എന്തിനാ? പ്യാരി കടം ചോദിച്ചായിരുന്നേ, കൊടുക്കാൻ നേറ്റുപോയി. കൊടുക്കണ്ട, ഇല്ലാന്ന് പറഞ്ഞാരേ. അയ്യോ, അങ്ങനെ പറയാൻ പറ്റില്ല, അവൻ പിണങ്ങും. നല്ല കാര്യം. അങ്ങനെയാണെങ്കിൽ തീരെ കൊടുക്കണ്ട. അയ്യേ, അവനെ പിണക്കാൻ കൊള്ളില്ല ദീപ്തി. വായി തോന്നൊക്കെ വിളിച്ച് പറയും. ഒരു കൾച്ചർ ഇല്ലാത്തവനെ. ആണോ? അങ്ങനെ കൾച്ചർ ഇല്ലാത്തവർക്കൊന്നും പൈസ കടം കൊടുക്കണ്ടെന്ന്. ദീപ്തി, ഒരു മനുഷ്യൻ ആദ്യം വേണ്ടത് സാമ്പത്തിക സ്വാതന്ത്ര്യമാണ്. അതെനിക്ക് നീ തിരിച്ചു തന്നേ പറ്റുള്ളൂ. നിങ്ങൾ ഈ പ്യാരിക്ക് ഇടയ്ക്കിടയ്ക്ക് കാശ് കൊടുക്കാറുണ്ടോ? അവ ഈ ഹോട്ടലിലൊക്കെ ചെന്ന് ആഹാരം കഴിച്ചിട്ടേ ഈ ഇടയ്ക്ക് ഇങ്ങനെ കാശ് എന്തെങ്കിലും കുറവ് വരാൻ നേരത്ത് QR കോഡ് അയച്ചു തരും. അപ്പം ചെറിയ എമൗണ്ട് വല്ലതും അയച്ചു കൊടുക്കും, അത്രേ ഉള്ളൂ. എത്ര? അത് 5,000, ചിലപ്പോൾ 10,000, ഡിപ്പെൻസ്. വേറെ ആർക്കെങ്കിലും പൈസ കൊടുക്കാറുണ്ടോ? ഇല്ല. ഉറപ്പാണോ? എനിക്ക് വിളിച്ചേട്ടൻ്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് കാണണം. ആ ഫോണിങ് എടുത്തേ. വേണ്ട. ഫോൺ എടുക്ക. നോ. തരാൻ. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. നിങ്ങളെന്താ അവന് ശമ്പളം വല്ലതും കൊടുക്കുന്നുണ്ടോ? കടം കൊടുത്തതാ. എന്നിട്ട് തിരിച്ചു വരുന്നൊന്നും കാണുന്നില്ലല്ലോ. അങ്ങനൊരു ശീലം അവനില്ലല്ലോ. ഫുഡ് 500, സലൂൺ 1000,
മറ്റേ കാര്യം ദീപ്തി അറിയാതിരിക്കാൻ 5000. ചുമ്മാതല്ല വിധിച്ചേട്ടൻ അവൻ ഇത്ര പേടി. ഞാൻ അറിയാത്ത പല മറ്റേ കാര്യങ്ങളും ഉണ്ടായിരിക്കും അല്ലേ? ദീപ്തി, നീ ഇങ്ങനെ നോക്കല്ലേ. നീ വിചാരിക്കുന്ന പോലെയുള്ള മറ്റേ കാര്യമൊന്നും അല്ല ഇത്. ഇത് നീ ഇല്ലാത്ത വല്ല പാർട്ടിക്കോ സിനിമയ്ക്കോ വല്ലതും പോയതായിരിക്കും. വരും. എന്തത്? ധന്യ 1 രൂപ, ഹരിത 1 രൂപ, ശ്രീരേഖ 1 രൂപ. ചാരിറ്റി ചാറ്റ് സ്റ്റാർട്ട് ചെയ്തതാണല്ലേ? വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ പോവാനാണെന്ന് തെറ്റിദ്ധരിച്ചാലോ? ഓ കാട്ടുകോഴി, എന്നെ കൂടെ നാണം കെടുത്തൂലെ ഇങ്ങേര്. വിധുപ്രതാപിന് ഒരു ഡെലിവറി ഉണ്ട്. വാങ്ങിച്ചോ, പേടാ. എന്താ ഇത്? ഇത് കിളിക്കൂട് ലാഭത്തിനായിട്ട് ഇപ്പോൾ വാങ്ങിച്ചതാ. അതിന് കിളി എവിടെ? അത് നമുക്ക് ഇനി വാങ്ങിക്കാമല്ലോ. തത്ത, മൂങ്ങ, വേഴാമ്പൽ എല്ലാത്തിനും സൂട്ട്. കോഴിക്ക് പറ്റുമോ? ബെസ്റ്റ്. എന്നാ തൽക്കാലം കോഴി കിടക്കും. അതെ, അനാവശ്യമായിട്ട് സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടുന്നത് ഇതൊക്കെ കയ്യിലിരുന്നിട്ടല്ലേ? എൻ്റെ കയ്യിലിരിക്കട്ടെ ഇനി. അയ്യോ, കൊണ്ടുപോയില്ലേ ദീപ്തി? പറയടാ. അളിയ കാശിട്ടായിരുന്നോ? വെച്ചിട്ട് പോടോ. യാരി മരമണ്ടി കാർഡ് എടുത്തോണ്ട് പോയിരിക്കുക. ഗൂഗിൾ പേ ഉള്ള കാര്യം നമുക്ക് അറിഞ്ഞൂടെ? ഇത് തീരെ വിവരമില്ല ഏട്ടാ. ഫുഡ് ഓർഡർ ചെയ്യുമായിരിക്കും അല്ലേ? ആ, എന്നിട്ട് പേയ്മെൻറ്റ് പോകുന്നില്ല? ഇല്ല. UPI ഞാൻ ബ്ലോക്ക് ചെയ്തായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഇപ്പം എന്തിനാ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത്? ഞാൻ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് കണ്ടോ? വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. എങ്ങോട്ടോ? ചുമ്മാ ഒരു ചായ കുടിക്കുക. അതിന് കാശോ? കാശില്ലെങ്കിലും കയറി ചെന്നാൽ ഒരു കാലി ചായ തരാൻ വിധുപ്രതാപിന് പുറത്ത് ആളുണ്ടേ. താഴെ ജംഗ്ഷനിലെ കടയിലല്ലേ? അതെ. അതിനിപ്പോൾ എന്തിനാ കാറൊക്കെ? നടന്നങ്ങ് പോയാൽ പോരെ? ഡീസലിനൊക്കെ ഇപ്പം എന്താ വില? പോട്ടെ. കാർഡൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്തു. സാമ്പത്തിക മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. തീറ്റി, എനിക്ക് എൻ്റെ കാർഡൊക്കെ തിരിച്ചു വേണം. എന്തിനാ? എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്. ഡ്രസ്സോ? എനിക്ക് ഇടാനൊന്നും ഇല്ലെന്ന്. അയ്യോ പാവം. അല്ലേ, ഒരാൾ കഷ്ടപ്പെട്ട് കാശൊക്കെ ഉണ്ടാക്കിയിട്ട് അയാൾക്ക് സ്വതന്ത്രമായിട്ട് അത് ചെലവാക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാന്ന് പറഞ്ഞാൽ? ഇല്ല. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? ഇതിനെതിരെ ഞാൻ കേസ് കൊടുക്കും. ഏതറ്റം വരെ ഞാൻ പോകും, പറഞ്ഞേക്കാം. പതുക്കെ പറ, ആൾക്കാർ കേൾക്കും. കേക്കട്ടെടി, കേക്കട്ടെ. ഈ നാട്ടുകാർ മുഴുവൻ കേക്കട്ടെ. ഒരു യുവഗായകൻ അയാളുടെ വീട്ടിൽ അനുഭവിക്കുന്ന യാതനകൾ ഈ ലോകം മുഴുവൻ അറിയട്ടെ. യുവഗായകനോ? കുറച്ചുകൂടെ മൂത്ത ഗായകൻ. കറക്റ്റ്. ദീപ്തി, ഒറ്റ ചോദ്യം, എനിക്ക് നീ കാർഡ് തരുന്നോ ഇല്ലയോ? ഞാൻ കരയുവേ. അങ്ങോട്ട് മാറിയിരുന്നു കര. ആർക്കും ഈ ഗതികേട് വരല്ലേ? നിന്നോടൊക്കെ ദൈവം ചോദിക്കൂടി. ഹലോ, എങ്ങോട്ട് പോകുന്നേ?
ഈ വീട്ടിലൊരു നിയമം ഉണ്ടെങ്കിൽ അത് എനിക്ക് നിനക്ക് ഒരുപോലെയാണ്. എനിക്ക് കാശ് ചെലവാക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ നീയും ചെലവാക്കണ്ട. ആഹാ, ഇതേ ഞാൻ എല്ലാ മാസവും ഗോൾഡ് സേവിങ്സിൽ ഇടുന്ന പൈസയാണ്, അല്ലാതെ ലേലം വിളിച്ച് കളയല്ല. നിനക്ക് ഈ ഗോൾഡ് പോലെയാണെടി എനിക്ക് എൻ്റെ മണി. ശരി. എന്താ? ഒന്നുമില്ല, എനിക്ക് ജിമ്മിൽ പോകാൻ കാശില്ലെങ്കിലും വർക്കൗട്ട് ചെയ്യണ്ടേ. താങ്ക്സ്. കേട്ടില്ലല്ലേ? എടാ പ്യാരി, സത്യമായിട്ട് നിനക്ക് കാശ് തരാതിരിക്കാൻ അടവിറക്കിയതല്ല അളിയാ. അവൾ അറിയാതെ ഒരു രൂപ പോലും എടുക്കാൻ പറ്റില്ല. ബാങ്കുകാർ പോലും ഇങ്ങനെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യില്ല, അറിയാമോ? എന്നിട്ട് നീ എന്തോ തിന്നുവാണല്ലോ. എടാ ഇത് കോലുമിട്ടായി. ഞാൻ കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ ബാക്കിയില്ലാത്തതിന് അങ്ങനെ തന്നതാ. നിനക്കറിയാമോ, ഇതിന് പോലും ഞാൻ കണക്ക് ബോധിപ്പിക്കണം. വിധുപ്രതാപേട്ടാ, ആ ചേട്ടനെന്താ നടന്നു പോന്നേ? വണ്ടി എടുത്തില്ലേ? ഇല്ല, ഇവിടെ അടുത്ത് വരെയല്ലേ, അതുകൊണ്ട് കാർ എടുത്തില്ല. ചേട്ടൻ ഭയങ്കര സിമ്പിൾ ആണല്ലേ. എടാ വീട്ടിൽ കയറി ദീപ്തി അറിയാതെ കാടടിച്ച് മാറ്റാൻ പരിചയമുള്ള വല്ല കള്ളന്മാരും ഉണ്ടോ? ഇല്ല. എന്നാ നീയായാലും മതി. എടാ ഒന്ന് കയറി എടുത്ത് കളിയാ. എന്തു തരും? 10. എന്റെ പാട്ടി വരും. എന്നാ 25. ഞാൻ വരാം. ഓ എന്റെ പൊന്നടിയോ. ഹലോ അളിയ, ഇവിടെ എല്ലാം സെറ്റാണ്. അവൾ കിടന്നു. ഞാൻ ഫ്രണ്ടിലത്തെ ഡോറിൻ്റെ ലോക്ക് ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട്. കറക്റ്റ് സമയത്ത് എത്തണേടേ നീ. ഞാൻ കറക്റ്റ് സമയത്ത് വന്നിരിക്കണം. പരിപാടി കഴിഞ്ഞ ഉടനെ ഞാൻ പറഞ്ഞ 25,000 എൻ്റെ അക്കൗണ്ടിൽ വന്നിരിക്കണം. ഓഫ് തരാടാ. ശരി. ക്യാഷും കാർഡും ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഞാനിപ്പോൾ വരാവേ. ഓ പറയണ. അറിയാ, ഞാൻ ഇറങ്ങാൻ നിന്നപ്പോഴേ മമ്മി പോണ്ടാന്ന് പറഞ്ഞു. പറഞ്ഞടാ, രാത്രിയിൽ യാത്ര വേണ്ടാന്ന്. നീ പേടിക്കണ്ട, മമ്മി ഇപ്പോൾ ഇറങ്ങും. എന്നിട്ട് ഞാനവിടെ എത്തിയിരിക്കും. നീ ഇനി വരാൻ നിൽക്കണ്ടാ. അതെന്താ? നീ വരാൻ ലേറ്റ് ആയപ്പോഴേ ഞാനൊരു ട്രയൽ നടത്തിയതാ. ആണോ? എന്നിട്ട് കിട്ടിയോ? ഓ ധാരാളം. അയ്യോ അപ്പേന്റെ 25. ആ അറിയാ, അറിയാ കേക്കാവോ? ചേട്ടാ, ഡോക്ടർക്ക് പോകും, നമുക്ക് ഇറങ്ങിയാലോ? എന്താ വരുക ദീപ്തി? പൈസയുടെ ഒരു വിലയേ